ഹായ്, എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ വണ്ടി വന്നിട്ട് നമ്മളെ കൂടെ വന്നിട്ട് 7 വർഷമായി. അപ്പോൾ എൻ്റെ ടെസ്റ്റ് അവറായി. 2025 മെയ് ലാസ്റ്റാണ് എൻ്റെ ടെസ്റ്റ് വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെറിയൊരു പണിയുണ്ട്. അല്ലേ ബസ് കഴിയാണ്ട് അല്ല, ഇവിടെ ഒരു ചെറിയ നമ്മൾ വണ്ടി മേടിച്ചപ്പോൾ ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു. ഇവിടെ കുഞ്ഞു പൊട്ടൽ, അതിങ്ങനെ പൊട്ടി ഫുള്ളായി. ഇത്രയും പൊട്ടി മാറി. അപ്പോൾ അതിൻ്റെ മാറാൻ കൊണ്ട് പോകുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഗ്ലാസ് മാറണം. വർക്ക്ഷോപ്പ് കുറച്ച് വർക്കൊക്കെ ഉണ്ട്. ടെസ്റ്റിൻ്റെ എല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അതാണ് നമ്മൾ ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും കാണുക, ഇഷ്ടപ്പെടുന്ന കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് വിഷുവാണ്. പക്ഷേ ഈ വീഡിയോ വരുന്നത് ചിലപ്പോൾ ഇനി 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. ഓക്കെ, പോവാം. നമ്മൾ കാപ്പൽ ബീച്ചിലൂടെ കടന്നു പോയാണ്. എൻ്റെ ഗ്ലാസിൻ്റെ ബോട്ടൽ കാണാൻ പറ്റുന്നുണ്ടോ? ലൈൻ നമ്മുടെ കാപ്പിൽ ബീച്ച്. അസോ എന്താ ഒരു വിഷമം? സമയം രാവിലെ 9 മണി ആയുള്ളൂ. തിരക്ക് നാടില്ല. 1-ാം തീയതി ഇവിടെ ആയതുകൊണ്ട് എല്ലാവരും ക്ഷേത്ര ദർശനത്തിന് പോയിട്ടുണ്ടാവും. അല്ല അസു കൊണ്ട് വിഷമിച്ചിരിക്കുന്നത് എന്താ? അസു ഉറങ്ങുന്നു, രാവിലെ ഉറങ്ങുന്നു. കൊട്ടിയം എത്താറായി. കൊട്ടിയത്തെ അരി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് ഹൈവേ വർക്കൊക്കെ നടക്കുന്നുണ്ട്. തിരക്കാണ് റോഡിലൊക്കെ. 7 വർഷം മുന്നേ ഈ വാഹനം നമ്മൾ സെക്കൻഡ് മേടിച്ചതായിരുന്നു. അന്നേ ഗ്ലാസ്സിന് ചെറിയൊരു ക്രാക്ക് ഉണ്ടായിരുന്നു. അതേ ഗ്ലാസ് കൊണ്ടുപോകണം. അപ്പോൾ നമ്മളെ ഗ്ലാസ് മാറാൻ ആളെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി മാറുമ്പോൾ ഇങ്ങനത്തെ ഒന്നും വരത്തില്ലല്ലോ, സ്റ്റിക്കറുകളൊന്നും. ഇതൊന്നും കാണില്ല ഇങ്ങനെ. ഇതിപ്പോൾ പുതിയ ഗ്ലാസ് എങ്ങനെ അറിയാൻ പറ്റും? ഇത് വണ്ടി കൊടുക്കുകയാണെങ്കിലേ ഇത് 10 ഇതാണല്ലേ 10 അല്ലേ വർഷം? നമ്മൾ 24 വരും. അപ്പോൾ വണ്ടി മാറിയ ഗ്ലാസ് മാറി അറിയാൻ പറ്റും അവർക്ക്. ഇപ്പാണോ അത് വരുന്നതിന്? ഓ, ലീക്കൊന്നും ആവില്ല കേട്ടോ. ലീക്കാവില്ല വണ്ടി. ഇന്ന് പഴയ ക്ലാസ് നമുക്ക് എന്തിനാന്ന് കാശിട്ടിട്ട് പൊട്ടിച്ചാൽ ഫിഷ്ടാങ് ഉണ്ടാകാന്ന്. ഫിഷ്ടാങ് കണ്ടാൽ പറ്റില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് കൊണ്ടുപോയിട്ട് നമ്മളെ കാർ ഷെഡിൽ തറയെ കൊണ്ട് പൊട്ടിക്കുക. എന്നിട്ട് അവിടെ മണ്ണിട്ട് പൊക്കുമ്പോൾ ശരിയാവില്ലേ, അടി പോവും. എന്താ പറയുന്നത്? സിലിക്കോണാണോ ചെയ്തേക്കുന്നത്? ആ, ഇനിയിപ്പോൾ ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്യുന്നത് വീണ്ടും. ക്ലിയർ അടിക്കുക. ക്ലിയർ അല്ലേ? ബ്ലാക്ക് വരുന്നത് അത് സാധാ സിലിക്കോണാണ്. അപ്പോൾ നമ്മുടെ ശ്രീഹരിയെ മാറ്റുകയാണ്. ഇനി ശ്രീഹരി മാറിയിട്ട് 6 പേര് വരും ഇവിടെ. ബസ് ശ്രീഹരി 6 പേര് വയ്ക്കണം. പറ, 6 പേര് വയ്ക്കണം. ഇളക്കിയെടുത്താ പുറകിൽ വെച്ചാൽ ഇടുക്കി തുറന്നേരാം. ക്ലാസ് നമുക്ക് തിരിച്ചുകൊണ്ട് പോകണേണ്. അതെന്താ അവൻ്റെ പശ വയ്ക്കുന്നല്ലേ? വീഡിയോ ഒട്ടിക്കാം. അപ്പോൾ നമ്മുടെ ഗ്ലാസ് സെറ്റ് ചെയ്യാണ്. വസതേ അങ്ങനെ വാഹനത്തിൻ്റെ സൈഡൊന്നും പോയില്ലല്ലേ? സാധാരണ ചില വണ്ടിയിലെ സൈഡൊക്കെ ഇങ്ങനെ പൊളിഞ്ഞൊക്കെ ഇരിക്കാറുണ്ട്. സൈഡൊന്നും പോയില്ലെന്ന് പറയും. അതുകൊണ്ട് കുഴപ്പമില്ല. മാറി പോകുന്നില്ല. ഇതിപ്പോൾ 2000 ഡേറ്റ് വരുന്നത് 24. എവിടെ അടിക്കുന്നത്? CE അല്ലേ? CE ആണ്. ഇത് 4. അതാണ് മോഡൽ വരുന്നത്. വശത്തെ എൻ്റെ വാസി കിട്ടാല്ലേ?
അത് വാസുകി വസുദേവോ? നമുക്ക് വണ്ടിയുടെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് വേണം. സെക്കൻഡ് ജോലിയായ സർവീസ് സെൻ്ററിൽ കൊണ്ട് താസ ഓട്ടോ കെയർ അഞ്ചുമുക്ക്, വർക്കലയിലുള്ള അഞ്ചുമുക്ക് സർവീസ് സെൻ്ററിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വണ്ടി സർവീസിന് കയറ്റിയിരിക്കുകയാണ്. സീറ്റ് മൊത്തം ഇളക്കി, നമ്മൾ സീറ്റ് ഫുൾ ഇളക്കി അടി സെറ്റ് ചെയ്യുകയാണ്. മൊത്തം ദൂരം പോയിട്ട് അവിടെ കണ്ടേ. മഞ്ഞ് മഴ അടിഭാഗം അടിപൊളിയായിട്ടുണ്ടല്ലേ. നമ്മൾ വണ്ടി അടിപൊളിയായിട്ടുണ്ട് അല്ലേ വാസോ? അടുത്ത ദിവസം വർക്ക്ഷോപ്പിൽ എത്തിക്കുക, അതാണ് അടുത്ത പരിപാടി. അടുത്ത പടിയായ പെയിൻറ്റിങ് ഘട്ടത്തിൽ കടന്നിരിക്കുകയാണ്. പെയിൻറ്റിങ് ഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ വർക്കല റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഗേറ്റ് വർക്കല റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പാച്ച് വർക്ക് കടയിലാണ് നമ്മൾ വണ്ടി പണിയുന്നത്. നമ്മളെ ബോസ് അവിടെ ഇരിക്കുന്നത് അന്നാണ് അതിൻ്റെ ആള്. നമ്മൾ വാഹനത്തെ അവിടെ കിടപ്പുണ്ട്. ചെറിയ പാച്ച് വർക്ക് ഉണ്ടല്ലേ, ചെറിയ പാച്ച് വർക്ക് ഉള്ളു. നമുക്ക് ബോഡിയൊക്കെ ഓക്കെയാണ്. നമ്മളെ വണ്ടി എങ്ങും തട്ടുമുട്ടലൊന്നും ഇല്ല. ഇതുവരെ പെർഫെക്റ്റ് ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്നത്. ഇത് കണ്ടില്ല കേട്ടോ, നമ്മളെ ഇത് മാറ്റിലാക്കിയപ്പോഴാണ് കണ്ടത്. ഫോട്ടോ വീണ അതിൽ പെയിൻറ്റിങ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബോഡി ടച്ചപ്പ് കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റിന് പോകും. എനിക്ക് അടുത്ത് വണ്ടി ഇട്ടേക്കാണ്. അപ്പോൾ എമർജൻസി കേസാണ് കുറച്ച് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ടെസ്റ്റിന് പോവുകയാണ്. അവിടെ എന്താണെന്നറിയില്ല, നോക്കിയിട്ട് എന്താണ്. അപ്പം നമ്മുടെ ശിവേരിയുടെ അടുത്താണ് ഞാൻ കൊണ്ട് വണ്ടി ഇട്ടേക്കുന്നത്. ടെസ്റ്റിന് പോവുകയാണ്. വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അകത്ത് അപ്പം പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ ഉടനെ എടുത്തിട്ട് വരിക ചെയ്തത്. തലയിൽ കാർപ്പറ്റൊക്കെ ഇടണം. കുറച്ച് പണിയൊക്കെ ഉണ്ട്. അതാണ് പരിപാടി. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അതിനുശേഷം ബാക്കി കുറച്ച് വർക്കൊക്കെ ഉണ്ട്. കാർ സ്റ്റീരിയൊക്കെ സെറ്റ് ചെയ്യണം. അല്ല ഇതൊക്കെ ഒന്ന് മാറണം. അങ്ങനെ എമർജൻസി കേസ് അല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ചെയ്യണം. ഹായ്, നമസ്കാരം കൂട്ടുകാരെ. നമ്മുടെ കാറിൻ്റെ ഫൈനൽ വർക്കായ എന്താ പറയുക, അവസാന കടമ്പ എന്ന് പറയുന്നത് അത് RTO കൊണ്ട് കാണിക്കുക. നമ്മുടെ ഏജൻറ്റ് മുഖാന്തരം പോയതുകൊണ്ട് വലിയ പരിപാടി പ്രശ്നമൊന്നുമില്ല. കണ്ടു വന്നു കീഴടങ്ങി. ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. 10-20 പരിപാടി ഞാൻ വന്നു പോകുന്നു. അല്ലാതെ ഞാൻ വെച്ച് ഉച്ചയാവുമെന്ന് വിചാരിച്ചത്. സംഭവം പെട്ടെന്ന് കഴിഞ്ഞു. എനിക്കൊന്ന് അവിടെ 2500 രൂപ അദ്ദേഹം നമ്മളെ മേടിച്ചിട്ടുണ്ട്. സർവീസ് ചാർജും എല്ലാം കൂടി ചേർത്ത്. അപ്പോൾ നമുക്ക് 3 ആഴ്ച കഴിയുമ്പോൾ നമ്മുടെ ടെസ്റ്റ് പേപ്പർ കിട്ടുന്നതാണ്. ഈ കൂടെ ചേസ് നമ്പറാണ് ആദ്യം നോക്കുന്നത്. വണ്ടിയുടെ ചേസ് നമ്പറാണ് ആദ്യം നോക്കുന്നത് അവർ. അതിന് വേണ്ടി അപ്പോൾ അത് എവിടെയാണെന്ന് എനിക്ക് അറിവുണ്ടായിരുന്നു. വർഷാപ്പ് വിളിച്ചപ്പോൾ അവർക്കും അറിയാൻ പറ്റും. അവസാനം യൂട്യൂബിൽ നോക്കിയിട്ടാണ്. നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടിയിലാണ് എൻ്റെ ചേസ് നമ്പർ. ഡ്രൈവിംഗ് സീറ്റ് മടക്കണം. എഞ്ചിൻ്റെ മേളിലോട്ട് സീറ്റിൻ്റെ അടിയിലാണ് അതിൻ്റെ ചേസ് നമ്പർ ഇരിക്കുന്നത്, ഡ്രൈവിംഗ് സീറ്റിൻ്റെ. അപ്പോൾ നമ്മുടെ വീഡിയോ വരും. വർക്കല ശിവേരിയുടെ ടോപ്പിലാണ്, അതായത് ശിവേരി സ്കൂളിനടുത്താണ്, റോഡ് സൈഡിലാണ് ഇവിടെ ടെസ്റ്റൊക്കെ നടക്കുന്നത്. വണ്ടി ഓടിച്ച് പോവുകയാണ്. പിന്നെ ജോലിയുണ്ട്, ജോലിക്ക് പോകണം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിശ്വാസത്തോടെ ബൈ.